അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു, പിടിച്ചു. രണ്ടു കൂട്ടരും പറഞ്ഞു, ക്ഷമിച്ചു, വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാൾ കള്ളം ചെയ്തവൻ, ഒരു നാൾ കള്ളം പറഞ്ഞവൻ പിന്നെയും അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അത്ര ഒരു മിനിമം കോമൺ സെൻസ് കുഞ്ഞാറ്റയ്ക്ക് ഇല്ലാതെ പോയോ? സ്വന്തം കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിക്ക് വളരെ മോശമായി മെസ്സേജ് അയക്കുന്നു, വളരെ വൃത്തികെട്ട പിക്ചേഴ്സ്, നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അയച്ചു കൊടുക്കുകയും അവിടുന്ന് റിപ്ലൈ വാങ്ങിക്കുകയും ചെയ്യുന്ന ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആദ്യ മാസം തന്നെ കൈയോടെ പിടികൂടിയപ്പോൾ അപ്പോൾ തന്നെ ഒഴിവാക്കിയിരിക്കണമായിരുന്നു. അതിന് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ എതിർഭാഗത്ത് ഒഴിവാക്കാതിരിക്കാൻ 1000 കാരണങ്ങൾ കാണും. എന്നാൽ പോലും ഒഴിവാക്കാൻ ഈ ഒരു ഒറ്റ കാരണം മതി. പക്ഷെ കണ്ടില്ലേ, ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു? ഇപ്പോഴും നിങ്ങൾക്ക് പിരിയേണ്ടി വന്നില്ലേ? കാരണം ഒരു നാൾ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നാൾ ഭാര്യനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒന്നും പറഞ്ഞു നന്നാക്കാനോ ഉപദേശിച്ച് നന്നാക്കാനോ ഒന്നും ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല. അവൻ പിന്നെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോകും. കാരണം ഇമ്മാതിരി വൃത്തികെട്ട അസുഖമുള്ള അല്ലെങ്കിൽ കാമഭ്രാന്തന്മാരെ ഒരിക്കലും പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല. അത് എല്ലാവരും ഒരു സെക്കൻഡ് ചാൻസ് ഡിസേർവ് ചെയ്യുന്നില്ല. അത് ആദ്യത്തെ ഒരു ഫാക്റ്റാണ്. ആ റിയാലിറ്റി പെൺകുട്ടികൾ എന്ന് മനസ്സിലാക്കുന്നോ അന്നാണ് അവനവന്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഇവനെ ഒന്നും ആശ്രയിച്ച് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും വലിയ സാഹചര്യത്തിൽ, ഇതിലും വലിയ വൃത്തികെട്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇതിലും വലിയ സ്ത്രീകളുടെയൊക്കെ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ പൊക്കേണ്ടി വരും. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് നല്ലത് തുടക്കത്തിൽ തന്നെ എടുത്ത് തട്ടിക്കളയുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവന്, അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണണം. അപ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മിക്കുവിന് സ്വന്തം മകന് 10 മാസം പ്രായമാകുന്നയിടം വരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ള ജീവിതം കുഞ്ഞാറ്റയ്ക്ക് ബാക്കി ഉണ്ടായിരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തമായിട്ടൊരു മകൻ ആകുന്നിടം വരെ എന്തിനാണ് പിന്നെയും ഇവന് അവസരം കൊടുത്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് കുഞ്ഞാറ്റ സ്വന്തമായി ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് ഭർത്താവിന് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ വളരെ മോശമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പിന്നെയും സ്ത്രീ വിഷയത്തിൽ തൽപരനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ റിപ്ലൈ കൊടുത്തു എന്നാണ്. പോരാത്തതിന് MDMAയുടെ കാര്യം ചോദിച്ചപ്പോൾ MDMAയുടെ ഫോട്ടോ വരെ അയച്ചു കൊടുത്തു എന്നാണ്. അതിലിവിടെ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം MDMA ഉപയോഗിക്കാന്നൊക്കെ പറയുന്ന ഒരു ക്രൈമാണ്. സോ ആ ക്രൈം താൻ ചെയ്യുന്നുണ്ടെന്ന് തെളിവ് സഹിതം ആരുമല്ലാത്തൊരു പെൺകുട്ടിക്ക് ഒരു ഫേക്ക് അക്കൗണ്ടിലേക്ക് ഫോട്ടോ ഒക്കെ ആരെങ്കിലും അയച്ചു കൊടുക്കുമോ? സാമാന്യ ബോധമുള്ള ആരും ചെയ്യില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റി ബോധം പോയി മറ്റേ കിളി പറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിനപ്പുറം ചെയ്യും. അതും അറിയില്ല. എന്തായാലും സ്വന്തം ഭാര്യയുടെ ഫേക്ക് അക്കൗണ്ടിൽ പോലും കറക്റ്റായിട്ട് പോയി പെട്ട് അതിനു പോലും മോശമായി റിപ്ലൈ കൊടുത്ത് അവിടെ നിന്ന് അവളുടെ സംശയം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ സംശയം ഉറപ്പിച്ചു കൊടുക്കാൻ സഹകരിച്ച ഭർത്താവിന് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഈ ഭർത്താവ് തന്നെ സ്വന്തം ചാനലിൽ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറുപടി കൊടുത്തു, എനിക്കറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പം എന്നെ മറന്നുപോയി, ഞാൻ ബാംഗ്ലൂർ അതായതാന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഒരാളുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറക്കില്ലല്ലോ. മെസ്സേജുകളോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ മുഖം കണ്ടാൽ നമ്മൾ മറക്കില്ല. ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എനിക്ക് 1 വ്യൂ ആയിട്ടാണ് ഫോട്ടോ അയച്ചു തരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിന്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവുമല്ലോ, ഒരു മോഡലിന്റെ ഫോട്ടോയാണ് വന്നത്. ആ ഫോട്ടോ അയച്ചു തന്നു. അല്പം തന്നെ ഞാൻ ആ നമ്പറിന്റെ വാട്സപ്പിന്റെ ബോട്ടും കാര്യങ്ങളും നോക്കിയപ്പം ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇരിക്കുന്നത് സാൻസിനെ കാണിച്ചു കൊടുത്തു. സാൻസ എടാ എനിക്കിട്ടെന്തോ പണി വരുന്നുണ്ട് അളിയ, കാരണം ഇത് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു. കാരണം എന്നെ അറിയില്ലാത്ത ഒരാൾ, എനിക്ക് ബാംഗ്ലൂരാണ്, എൻ്റെ ലവറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ നമ്പർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റായിരുന്നു. ഒരു ദിവസം റോട്ടിൽ കൂടെ യാത്ര ചെയ്ത് വന്നാൽ അവരെ നോക്കി
താങ്കൾ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുകയല്ലല്ലോ, പിന്നെ അവരെ അങ്ങ് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിൽ ന്യൂഡ് പിക്ചേഴ്സ് അയക്കുക, അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള മെസ്സേജുകൾ അയക്കുക, വൃത്തികെട്ട ചാറ്റുകൾ കൈയോടെ പൊക്കുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഭാര്യ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കണ്ട എന്ന് തന്നെ പറയും. കാരണം നീയൊക്കെ നോക്കിയാൽ അങ്ങനെ പറയുമല്ലോ. സോ അതുപോലെയുള്ള സ്വഭാവമുള്ളവരോട് ഭാര്യമാർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് കുഞ്ഞാരി ഇത്ര മണ്ടിയാണോ? താൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള മോഡൽസിനെയൊക്കെ ഉറപ്പായിട്ടും, അതായത് സ്ത്രീ വിഷയത്തിൽ അപ്പോൾ പിന്നെ താങ്കൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പുള്ള കുഞ്ഞാറ്റ എന്തിനാണ് ഒരു മോഡലിന്റെ ഫോട്ടോ എടുത്ത് താങ്കൾക്ക് അയച്ചു തരുന്നത്? പോരാത്തതിന് ആളെ ഓർമ്മയില്ല, ആളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫോട്ടോ അയച്ചു തരാനാണോ പറയുന്നത്? അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക. അല്ലാതെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നാൽ ഉടനെ ഫോട്ടോ അയച്ചു തരാൻ പറയുന്നത് എന്ത് രീതിയാണ്, ഏത് രീതിയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് പറയുന്നത്, ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇടയ്ക്ക് പറയുമ്പോൾ എവിടെയൊക്കെയോ അതായത് കണക്ഷൻ കിട്ടാതെ കിടന്ന് വിരകുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയെങ്കിലുമൊക്കെ കുഞ്ഞാറ്റനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കുറേ വോയിസ് നോട്ട് പ്ലേ ചെയ്ത് നമുക്ക് മനസ്സിലാവും. അന്തോ ഇല്ല കുന്തോ ഇല്ല. ഇതിനകത്ത് ഈ താങ്കൾ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഒരു മോശം വാക്കുകളോ മോശം പ്രവൃത്തികളോ കുഞ്ഞാറ്റ ചെയ്തതായിട്ടുള്ള ഒരു വോയിസ് നോട്ടോ ഒരു സ്ക്രീൻഷോട്ടോ ഒന്നും തനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ തെളിവ് സഹിതമാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ കുഞ്ഞാറ്റനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു, ഒരു കൗൺസിലിംഗ് കൂടി. ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, പുള്ളി കരയുന്നു, മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ്, ഇനി ഒരു ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ എനിക്കൊരു എക്സ് പോലും ഉണ്ടായിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ 10th പഠിക്കുമ്പോഴോ വേറൊരു ലവറോ അല്ലെങ്കിൽ വേറൊരാളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ സ്നേഹിച്ചത് ഈ മഹാപാപിയെയാണ്. സ്നേഹിച്ചു, അവനെ കല്യാണം കഴിച്ചു. എനിക്കങ്ങനെ എക്സോ അല്ലെങ്കിൽ ഞാൻ കുറെ പേരുടെ കൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ കുറെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവോ അങ്ങനെയുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലില്ല. അപ്പോ അങ്ങനെ ഇത്രയും നാൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിന്നില്ലേ. അപ്പൊ ഇനി കുറച്ച് എന്റെ ലൈഫിൽ നടന്ന കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ എന്തായാലും കുഞ്ഞാറ്റയുടെ ഭാഗത്തും തെറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും ഇവനൊന്നും അവസരം കൊടുക്കണ്ടായിരുന്നു. കൊച്ചിനെ ഓർത്ത് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ സംശയം ഉണ്ടായിട്ട് പോലും അവന്റെ കൂടെ കുഞ്ഞിനെ ഓർത്ത് ജീവിക്കാൻ തയ്യാറായത് എന്തിനാണ്? കാരണം ഇവൻ പിന്നെയും ഇമാതിരിയുള്ള പ്രവൃത്തികൾ ചെയ്യുമെന്ന് അല്ലെങ്കിൽ യാതൊരു രീതിയിലും അവനെ വിശ്വാസമില്ല എന്ന് കുഞ്ഞാറ്റ തന്നെ പറയുന്നുണ്ട്. പോരാത്തന്നെ അമല് തന്നെ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. എൻ്റെ ഫോൺ ഹാക്കായി പോയിരുന്നു. ഹാക്കായി പോയ സമയത്ത് മോശം മെസ്സേജുകൾ കുറേ അധികം പെൺകുട്ടികൾക്ക് പോയിട്ടുണ്ടെന്ന്. ഈ കല്യാണം കഴിഞ്ഞ് 1 മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ കോളേജിലെ പെൺകുട്ടികൾ ന്യൂഡ് പിക്ചേഴ്സ് അയച്ചതും ഹാക്ക് ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫാൻ പേജ് ഹാൻഡിൽ ചെയ്യുന്ന പെൺകുട്ടിക്ക് മോശമായ മെസ്സേജ് അയച്ചതും ഹാക്ക് ആയതുകൊണ്ടായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം പിന്നെയും പെൺകുട്ടികൾക്ക് തുരുതുരാ മെസ്സേജ് പലപ്പോഴായി അയച്ചുകൊണ്ടിരിക്കുന്നതും ഹാക്ക് ആയതുകൊണ്ടായിരിക്കും. ഇത് ആരോടാണ് ഈ വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നുള്ള പ്രതീക്ഷയെ നുണങ്ങൾ തള്ളിവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എന്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സായി എന്നാണ്. അതായത് ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ അമലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആള് നല്ല കൂടിച്ച് ഫിറ്റായിട്ട് തിയേറ്ററിൽ സിനിമ ആണ് നിൽക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു. അതായത് കണക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അയച്ചു തരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇവനൊക്കെ എന്തിനാണ് പൈസ അയച്ചു കൊടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇവനൊക്കെ മടിയനാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ജോലിക്കും പോകാതെ കുറേ അധികം ആൾക്കാർ യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അതിന് അത്രയധികം വ്യൂസോ അത്രയധികം സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പെർമനന്റ് ഇൻകം ആയിട്ട് നമുക്കൊരു അങ്ങനെ ആശ്രയിച്ച് ജീവിക്കാം. പക്ഷെ ഇവർക്കൊന്നും അത്രയും വ്യൂസ് ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ പോലും പണിക്ക് പോകാതെ വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുന്നത് മുഴുവൻ കുഞ്ഞാറ്റ, എഡിറ്റ് ചെയ്യുന്നത് മുഴുവൻ കുഞ്ഞാറ്റ, പോസ്റ്റ് ചെയ്യുന്നത് എല്ലാം കുഞ്ഞാറ്റ. പക്ഷെ ഇതിന്റെയൊക്കെ പ്രതിഫലം വാങ്ങാനും അല്ലെങ്കിൽ കുഞ്ഞാറ്റയുടെ കയ്യിൽ നിന്ന് പൈസ ഇസ്കി ജീവിക്കാനും പണ്ടേ ഇയാൾ മിടുക്കനാണ്. അത് നമുക്ക് ആ വ്ലോഗുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അന്നത്തെ വ്ലോഗുകളുടെ കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അയച്ചു കൊടുത്തതിന് ശേഷം കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷന് വേണ്ടി വിളിക്കാൻ നേരത്ത് അടിച്ച് ഫിറ്റായി പാമ്പായി ഇരിക്കുന്ന ഭർത്താവിന്റെ ഫോൺ കോളാണ് കുഞ്ഞാറ്റയ്ക്ക് ലഭിക്കുന്നത്. അത് കാണുമ്പോൾ പൈസ അയച്ചു കൊടുത്ത വിയർപ്പുഴക്കി പൈസ സമ്പാദിച്ച് അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന ഏതൊരു ഭാര്യയ്ക്കും ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന രോഷം തന്നെയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ആരായാലും അവിടെ ഒരു കണക്ക് പറഞ്ഞു പോകും. നിങ്ങൾക്ക്
ഈ സ്ക്രീൻ റെക്കോർഡ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അമൽ പൗലോസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മുൻ ഭർത്താവിന് 1000, 2000, 5000 ആയിട്ട് എത്ര രൂപയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഓൺലൈൻ തുണി ബിസിനസ്സിന്, അതായത് ക്ലോത്ത് ബിസിനസ്, ഡ്രസ് ബിസിനസ് എന്തോ ഇവർക്കുണ്ട്, അതിന് വേണ്ടിയിട്ട് അതിന്റെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതെന്നാണ്. പക്ഷേ കുഞ്ഞാറ്റ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാനൊന്നും ഞാൻ അമലിനല്ല പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. തീരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മെറ്റീരിയൽസ് തരുന്ന ആൾക്ക് നേരിട്ടാണ് പണം ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത്. മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അമൽ അവിടെ പോയിക്കൊണ്ടിരുന്നത്. സോ ഇതെല്ലാം നിത്യ ചെലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്നതാണ്. ഇവനൊന്നും ആരോഗ്യത്തിനൊരു കുഴപ്പമില്ലല്ലോ, സ്വന്തമായിട്ട് പണിക്ക് പോയിക്കൂടെ? വിദ്യാഭ്യാസം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പണികൾ ചെയ്യാം? ഈ നാട്ടിൽ വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ +2 വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്തൊക്കെ പണി ചെയ്ത് ജീവിക്കുന്നു, അന്തസ്സായിട്ട് ജീവിക്കുന്നു. അതൊന്നും ചെയ്യാതെ ഭാര്യനെ ജോലിക്ക് വിട്ട് ഭാര്യയുടെ ചെലവിൽ കഴിയാൻ ഇവർക്കൊക്കെ നാണമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭാര്യയുടെ ചെലവിൽ കഴിയുക എന്നുള്ളതൊരു മോശം കാര്യമല്ല. അങ്ങനെ കഴിയണമെങ്കിൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമൊക്കെ ആണെങ്കിലും ഓക്കെ, കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുവാണെങ്കിലും ഓക്കെ, ഭാര്യ ജോലിക്ക് പോയി കൊണ്ടുവരട്ടെ. പക്ഷേ ഇത് കുഞ്ഞിനെ നോക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല, കുടിച്ച് കളിച്ച് മതിച്ച് ഇങ്ങനെ നടക്കണം. അതിന് വേണ്ടിയിട്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പൈസ മേടിക്കുക, അതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല ഒരു ഫസ്റ്റ് ഭാര്യയെ. അതുപോലെ തന്നെ മാൾട്ടയിലുള്ള 3-4 ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന്, അതായത് അമൽ നേരിട്ട് പോലും കണ്ടിട്ടില്ല, ഞാൻ മുഖേന അറിയുന്നവരാണ് അവർ 3 പേരും. 3 പേരുടെ കയ്യിൽ നിന്ന് 40 യൂറോ, അതായത് നാട്ടിലെ 4000 രൂപ, അതുപോലെ തന്നെ 3000 രൂപ ഒക്കെ പറഞ്ഞിങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവരൊക്കെ എന്തിനാണ് നേരിട്ട് കാണുന്നത്? ഇതൊക്കെ ഇവനെ പോലെ ഉള്ളവർക്കൊന്നും നേരിട്ട് കാണണമെന്നില്ല. ജസ്റ്റ് നമ്പറോ ഇൻസ്റ്റഗ്രാം ഐഡിയോ കിട്ടിയാൽ എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കാന്നുള്ളോ അല്ലെങ്കിൽ പൈസ ഊറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. തിരിച്ചെന്തിനാ ഭർത്താവ് എന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? അവിടെ ഭാര്യ ഉണ്ടല്ലോ, അവരങ്ങ് തിരിച്ചു കൊടുത്തോളൂല്ലോ. അങ്ങനെയാണല്ലോ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെ. ഭാര്യനെ കുറ്റം പറയുക തന്നെ വേണം. കാരണം ഇമാതിരി ഉള്ളവനൊക്കെ 1000, 2000 ആയിട്ട് പലപ്പോഴായിട്ട് അയച്ചു കൊടുത്ത് വഷളാക്കുന്നത് ഭാര്യ തന്നെയാണ്. അല്ലെങ്കിൽ അവനവന്റെ കാര്യത്തിന് പൈസ ഇല്ലാതെ വരുമ്പോൾ സ്വന്തമായിട്ട് പണിക്കിറങ്ങി പൊക്കോളും, അവനവന്റെ കാര്യം നോക്കിക്കോളും. ഇതിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാനിരിക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ വഷളത്തരത്തിന്റെ അങ്ങേ അറ്റത്തോട്ട് പോകുന്നത്. ഇവിടെ കുഞ്ഞാറ്റയുടെ മാൾട്ടയിലുള്ള ഫ്രണ്ട്സിനോട് 4000, 5000 രൂപയായിട്ട് പലപ്പോഴായി കടം വാങ്ങിയിട്ടുണ്ട്, ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയവന് പിന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സിനോട്, അതായത് നേരിട്ട് പോലും ഫേസ് ചെയ്യുക പോലും വേണ്ടാത്ത ആൾക്കാരോട് കടം വാങ്ങാനാണോ മടി? സ്വാഭാവികം, ക്വയറ്റ് നാച്ചുറൽ. ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ആദ്യമായിട്ടാണ് അനൂപ് എനിക്ക് ആ പൈസ ഇട്ട് തരുന്നത്. അതായത് ഞാൻ 20 യൂറോ കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 2000 രൂപ ഇട്ട് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുപോലെ തന്നെ അവന് ഞാൻ 2000 രൂപ ഇട്ട് കൊടുത്തിട്ട് അവൻ എനിക്ക് 20 യൂറോയും തന്നിട്ടുണ്ട് 3-4 ദിവസം മുന്നേ. അപ്പോ അല്ലാതെ ഒരു റിലേഷൻ ഉണ്ടായിട്ടാണെന്നാണ് ആ ഒരു തെളിവല്ലാതെ നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്കാദ്യം. അതായത് ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു എന്നോ ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കുക, ഒന്ന് പറ. ആഫ്റ്റർ ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എങ്ങനെ നടന്നോട്ടെ. ഞാനിപ്പോ ഓരോരുത്തന്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുവോ പാട്ട് പാടുവോ, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ എന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനത് എങ്ങനെ ജീവിച്ചാലും നിനക്കത് നഷ്ടമില്ലല്ലോ. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. പോയിന്റ്, ഡിവോഴ്സിന് ശേഷം ഭാര്യ എന്ത് ചെയ്തു എന്ന് ഭർത്താവ് എന്ത് ചെയ്തു എന്ന് ഭാര്യ അന്വേഷിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെ ആകെ കുഞ്ഞാറ്റിനെ കുറിച്ച് തെളിവ് സഹിതം പറയാൻ അമലിനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാൾട്ടയിലുള്ള ഒരു ഫ്രണ്ടിന് 20 യൂറോ അങ്ങോട്ടിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അയാൾ പൈസ ഇങ്ങോട്ടിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ക്യാഷ് പണം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുന്നത് കാമുകന്മാരോട് മാത്രമോ കാമുകിമാരോട് മാത്രമോ അല്ല, സൗഹൃദ വലയത്തിലുള്ളവരോടും അല്ലെങ്കിൽ കൊളീഗ്സിനോടും സഹപ്രവർത്തകരോടും ഒക്കെ വാങ്ങാറുണ്ട്. അത് ഓരോരോ സാഹചര്യം പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട രൂപം കൊടുത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മലയാളി പ്രേക്ഷകർക്ക്. പിന്നെ ഇവിടെ കുഞ്ഞാറ്റ പറഞ്ഞതുപോലെ ഇപ്പോൾ കുഞ്ഞാറ്റ ഒരു റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന അമലിനുൾപ്പെടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ കൂടെ നിന്നപ്പോൾ, താങ്കളുടെ ഭാര്യയായിരുന്നപ്പോൾ എന്തെങ്കിലും വൃത്തികേടുകളോ മോശമോ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കുക. അല്ലാതെ ഇവിടുന്ന് ബബ്ബ വെച്ച് ഇവിടുന്ന് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുഞ്ഞാറ്റ ഇവിടെ കറക്റ്റായിട്ട് തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് 24/3/2023 ഡിവോഴ്സിന് ഫയൽ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് കൗൺസിലിങ്ങിന് പോയി ആ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിച്ചു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ ഡിവോഴ്സിന്റെ എന്താ പറയുക, ഒരു തെളിവാണ് കൊടുത്തിരിക്കുന്നത്, സ്ക്രീൻഷോട്ട്. പിന്നെ കുറേ അധികം പെൺകുട്ടികൾക്ക് മോശമായി അദ്ദേഹം മെസ്സേജ് അയച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ഭാര്യ എങ്ങനെ ഉൾക്കൊണ്ടു എന്നോ അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ കണ്ടു വായിച്ച് ജീവനോട് ഇപ്പോഴും ഇരിക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ വൃത്തികേട്ടുള്ള രീതിയിൽ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പല പെൺകുട്ടികളും കുഞ്ഞാറ്റോട് പറയുന്ന
വീഡിയോകളും സ്ക്രീൻഷോട്ടുകളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്തൊക്കെ പറയുന്നത് സ്വന്തം മകനെ ഡെലിവറി കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ കുഞ്ഞാറ്റ പോയി വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞാറ്റ ആഫ്റ്റർ ഡെലിവറി ഉള്ള പീരിയഡ്സിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് പരിപാടികളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി കുഞ്ഞാറ്റയുടെ ബ്രസ്റ്റ് സൈസ് കൂടി, പണ്ട് ചെറുതായിരുന്നു, ഇപ്പോൾ താങ്കളുടെ ബ്രസ്റ്റ് സൈസ് എത്രയാണ്, ബ്രാ സൈസ് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അത്രയും തരം താന്നു പോയ ഒരു ഭർത്താവിൻ്റെ മെസ്സേജുകളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് തന്നെ പൊതുസമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ്. അതൊരു മറ്റൊരു സ്ത്രീ ആയിട്ട് പോലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അയ്യേ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തം ഭാര്യ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക? അതായത് സ്വന്തം കുഞ്ഞിനെ ജന്മം കൊടുത്തതിന് ശേഷം അവളുടെ ബോഡി ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ബ്രസ്റ്റ് ഫീഡിങ്ങും കുഞ്ഞിൻ്റെ കരച്ചില്, കുഞ്ഞിൻ്റെ വഴക്ക് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഭർത്താവ് വളരെ കൂളായിട്ടിരുന്ന അന്യ പെണ്ണുങ്ങളെ ട്യൂൺ ചെയ്യാനോ അന്യ പെണ്ണുങ്ങളെ വൃത്തികേടുകളും പറഞ്ഞ് വശത്താക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനൊക്കെ നാണമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാണമില്ലേ എന്ന്. ഇവൻ്റെ വീഡിയോയിൽ വന്നിരുന്ന എത്ര വ്യക്തമായിട്ട് ഇവൻ്റെ വീഡിയോയിൽ വന്നിരുന്ന എങ്ങനെയൊക്കെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയധികം പെൺകുട്ടികളെ എങ്ങനെയാണ് താൻ വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് മെസ്സേജ് കുഞ്ഞാറ്റയ്ക്ക് അയക്കുന്നത്? തെളിവ് സഹിതം വെച്ച് കുഞ്ഞാറ്റ ഒരു റീൽ ഇട്ടതിനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് തനിക്കൊരു കേസ് പോലും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇതൊക്കെ സത്യമാണെന്നറിയാം. പിന്നെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് വെളുപ്പിക്കാൻ താൻ പറയുന്ന കാര്യം എന്താണ്? അക്കൗണ്ട് ഹാക്കായി പോയതാണ്. പിന്നെ തൻ്റെ അക്കൗണ്ട് ഹാക്കായപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രം ഇത്രയും മെസ്സേജുകൾ ഇങ്ങനെ ഇടവിട്ട് അതും തൻ്റെ മകനെ പ്രസവിക്കാൻ വേണ്ടി കുഞ്ഞാറ്റ സ്വന്തം വീട്ടിലോട്ട് പോയ സമയത്ത് തന്നെ ചെയ്യാൻ മാത്രം പൊന്നോ എന്തുട്ടാണ്. ഐഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഐഫോൺ 6 സംതിങ്. ആ സമയത്ത് അക്കൗണ്ട് ഹാക്കായി പോയതാണ്, തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര കള്ളം പറഞ്ഞാലും ആരും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ റീല് പിന്നെയും കാണുമ്പോൾ ലൈക്ക് നമ്മൾ അതിലെ ഓരോ മെസ്സേജുകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവുന്നുണ്ട്. കാരണം കുഞ്ഞാറ്റ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ കുഞ്ഞാറ്റ ഡെലിവറിക്ക് പോയിരിക്കുകയാണ്, വാട്സപ്പ് നമ്പർ ഒന്ന് തരാമോ, ഞാൻ വീഡിയോ കോൾ വിളിക്കട്ടെ, ഫുൾ സൈസ് ഫോട്ടോ ഒന്ന് തരാമോ. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് മൃഗീയമായി സ്വന്തം ഭാര്യനെ ചതിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇങ്ങനെ ഭാര്യമാർ ഭർത്താക്കന്മാരെയും ചതിക്കാറുണ്ട്, ഭർത്താവ് ഭാര്യനെയും ചതിക്കാറുണ്ട്. ഇതൊരു സ്വാഭാവിക കാര്യമാണ്. പക്ഷേ ഈ മെസ്സേജുകളൊക്കെ നേരിട്ട് വായിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഫാമിലി വ്ലോഗുകളൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മോശമായി തന്നെ തോന്നും, അല്ലെങ്കിൽ കുഞ്ഞാറ്റേനെ ഓർത്തൊരു വിഷമം തോന്നും. കുറേയൊക്കെ തെറ്റുകൾ കുഞ്ഞാറ്റയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും, കാരണം ഇവനെയൊക്കെ വഷളാക്കിയത് കുഞ്ഞാറ്റ തന്നെയാണ്, അത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്ത് തന്നെയായാലും ഇപ്പോഴെങ്കിലും ഡിവോഴ്സ് ആയതും ഇപ്പോഴെങ്കിലും ഇവൻ്റെയൊക്കെ ടോക്സിക് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും എന്തുകൊണ്ടും നന്നായി. സോ ഇനിയെങ്കിലും ഈ വീഡിയോയും ഇങ്ങനെയുള്ള വ്ലോഗുകളും ഒക്കെ കാണുന്നവർ മനസ്സിലാക്കുക, റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഹാർഡാണ്. സോ അവനവന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അവനവന് എഡ്യൂക്കേഷൻ വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുടുംബം, നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ ഇവന്മാരൊക്കെ വിളമ്പുന്ന മധുര വാക്കുകളിൽ വിശ്വസിച്ച് മയങ്ങി വീണ് ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് പോകരുത്. ഇനി എങ്ങാനും പോയാൽ തന്നെ ഇനി ഇവനെ വിട്ടൊരു ജീവിതമില്ല എന്നും വിചാരിക്കരുത്. അവൻ ടോക്സിക് ആണെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പുറത്തോട്ട് വരിക. കുടുംബത്തിൽ നിന്ന് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നാട്ടുകാരോടുള്ള നാണക്കേടൊക്കെ പ്രതീക്ഷിച്ച് വെറുതെ അതിനകത്ത് തന്നെ നിൽക്കരുത്. ഇന്നും കഴിഞ്ഞ് നാളെ നാട്ടുകാരൊക്കെ ഈ ടോപ്പിക്ക് മറക്കും. നമ്മൾ മുമ്പോട്ട് ജീവിച്ചേ പറ്റുകയുള്ളൂ. സോ എല്ലാം നല്ലതിനായിരിക്കട്ടെ. സോ ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.